ഒരു വീടിൻ്റെ നട്ടല് തന്നെ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞാലേ എത്ര ആണുങ്ങൾ അംഗീകരിച്ചു തരും? ചിലർ അംഗീകരിച്ചു തരും, ചിലർ അംഗീകരിച്ചു തരില്ല. അപ്പോഴേ എൻ്റെ അമ്പാടിച്ചായി പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചൂട് കാരണം പെരയ്ക്കകത്ത് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. വൈകുന്നേരം ആയാലേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. രാവിലെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഒതുങ്ങി കൂടിയങ്ങിരിക്കും കേട്ടോ. എന്നിട്ട് വൈകുന്നേരം വരെ നോക്കിയിരിക്കും. ഇല്ലെങ്കിൽ അവിഞ്ഞങ്ങ് ചാവും. കിച്ചണിൽ AC ഇല്ല, നമ്മുടെ ഫാൻ മാത്രമേ ഉള്ളേ. അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുമില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂടിനൊക്കെ ഒരു ചെറിയ ശമനം വരും. അപ്പോഴത്തേക്ക് കുഴപ്പമില്ല, ജോലിയൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടും ബുദ്ധിമുട്ടും ഒക്കെ അങ്ങ് വരും. അപ്പുറം അപ്പുറമൊക്കെയുള്ള റൂമിൽ AC ഇട്ടാലും ഇവിടെ വരെ തോന്നിയും കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ പരിപാടിയാണേ. ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ ഞാനിങ്ങനെ അടുക്കളയൊന്ന് കഴിയും എനിക്ക് വൃത്തിയാക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അരി അരയ്ക്കാനാണ് കേട്ടോ. ഇഡലിക്കോ ദോശയ്ക്കോ രണ്ടിനും ഒരേപോലെ എടുക്കത്തക്ക രീതിയിലാണ് ഞാനിവിടെ അരി അരച്ച് വെക്കുന്നത്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന കണക്ക് നമുക്ക് സമയം ലാഭിക്കാം. അപ്പോൾ ദേ നമ്മുടെ അരി ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഈ വേസ്റ്റ് എല്ലാം കൂടെ ഒരു ടിന്നിലൊക്കെ ഇട്ട് അടച്ചു വെക്കും കേട്ടോ. കാരണം അടുക്കളയിൽ വലിയ സ്മെല്ലൊന്നും വരില്ലല്ലോ, നമുക്ക് കൊണ്ട് കളയാൻ പറ്റിയില്ലെങ്കിലും. അപ്പോൾ നമ്മുടെ അരിയൊക്കെ അരച്ച് വെച്ചു. പിന്നെ ദേ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ചിക്കൻ കറിയും കുബൂസും ആണേ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ അമ്പാടിക്ക് ഓൺലൈൻ ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മെനക്കേടാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവൻ ക്ലാസ്സിൽ പോയാൽ വെയിൽ കൊള്ളണം, ക്ലാസ്സിൽ പോയില്ലെങ്കിൽ അവനെ വീട്ടിൽ ഇരുത്തി നന്നായി പഠിപ്പിക്കണം. എന്തായാലും പണി എനിക്കിട്ട് തന്നെ. ഞാൻ ആലോചിക്കുക, ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ എന്നാ പാട്. പക്ഷെ പുരുഷന്മാർ സഹായിക്കുകയാണെങ്കിൽ എന്ത് ഈസിയാണല്ലേ. പക്ഷെ ചിലരെങ്കിലും കണ്ടില്ലെന്നടിക്കും, ചിലർ എല്ലാം കണ്ട് ചെയ്യുന്നവരുമുണ്ട്. കണ്ടില്ലെന്നടിക്കുന്നവരുടെ അവസ്ഥയാണ് വളരെ കഷ്ടം അല്ലേ. എന്ന് വെച്ചാൽ രാവിലെ എല്ലാം ചെയ്യണം, വൈകിട്ടെല്ലാം ചെയ്യണം, വീട്ടുകാര്യങ്ങളും മക്കളുടെ പഠിത്തവും എല്ലാം നോക്കി അവരൊരു വഴിയാവും അല്ലേ. 30 ആകുമ്പോഴേ 50 അവസ്ഥ ആ സ്ത്രീകൾക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ പുരുഷന്മാരോട് ചേർന്നല്ലേ. അവരുടെ വീടിൻ്റെ നട്ടല്ലല്ലേ ആ സ്ത്രീ എന്നറിഞ്ഞ് അവർ സ്നേഹമായി പെരുമാറുകയാണെങ്കിൽ എത്ര സന്തോഷമായിരിക്കും അല്ലേ ആ വീടുകളിലുണ്ടാവുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ചിലരെങ്കിലും കണ്ടില്ലെന്നടിക്കും. ഇതൊന്നും എൻ്റെ ഭാഗമല്ലെന്ന് അടിച്ചടക്കുന്ന മഹാന്മാർ ആ വീട്ടിലെ നട്ടല്ലായ സ്ത്രീയെ ഒരു രോഗിയാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേന്ന്. അപ്പോൾ ദേ നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ കുറച്ച് തക്കാളിക്കയും കൂടി ഇട്ടിട്ട് നമ്മൾ ഫ്രീസറിൽ കയറ്റി വെച്ച ചിക്കൻ അങ്ങ് എടുത്തിടുവാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഒരുമാതിരി റെഡിയായി കിട്ടും. ഇത് എൻ്റെ സ്റ്റൈല് ചിക്കൻ കറി. നിങ്ങൾക്ക് വേറെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ചിക്കൻ കറി ഇതേപോലെ ഇരുന്നില്ലെങ്കിൽ എൻ്റെ ഏട്ടൻ കഴിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേ ഞാൻ എല്ലാ ദിവസവും ചിക്കൻ കറി ഒരേപോലെ വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന്. പിന്നെ ആളുടെ കുറ്റവും കാണും പറഞ്ഞത് ആൾ വീഡിയോ കണ്ട എൻ്റെ തള്ളു കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് നിറയെ വഴക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിലും തള്ളിന് ഞാനൊട്ടും മോശമല്ലെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം തേച്ച് വഴക്കൽ പരിപാടിയിലോട്ടാണ് കടന്നിരിക്കുന്നത്. എന്തായാലും സമയം കുറേ ആയിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കൻ കറിയായി വിളമ്പി എല്ലാവരും കഴിച്ച് ആ പാത്രവും കഴുകി വെച്ചിട്ട് വേണം എനിക്ക് കുളിച്ചിട്ട് ഒന്ന് ഉറങ്ങാനായിട്ട്. അപ്പോഴത്തേക്കേ നമ്മുടെ ക്ലോക്ക് അങ്ങ് ഓടി 12 വരെ അങ്ങ് എത്തും കേട്ടോ. പിന്നെ എന്തിനാ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ നേരം വെളുത്ത് വീണ്ടും എഴുന്നേക്കാനും ഇത്രയും ജോലി ചെയ്യാനും കിടന്നല്ലേ പറ്റുള്ളൂ. ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നായിരിക്കും ഇപ്പം നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ ഞാനേ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഇതിനകത്ത് കാശ് മുടക്കി ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. ആകെപ്പാടെ നമ്മൾ കാശ് മുടക്കിയത് ഒരു ട്രൈപോഡ് മേടിക്കാനാണ്. പിന്നെ ഒരു പൊട്ട ഫോണിൽ നിന്നാട്ടോ ഞാൻ പരിപാടികളൊക്കെ ആദ്യമായിട്ട് തുടങ്ങിയത്. അതെ, എൻ്റെ ഒരു ഫോണ് ഏട്ടൻ്റെ ഒരു വഴിക്ക് പോയപ്പോൾ കൊണ്ടുപോയി. ആളെന്നിട്ട് നല്ല മഴയത്ത് വെള്ളത്തിൽ കൊണ്ടങ്ങിട്ടു. എന്ത് ചെയ്യാനാ, മേടിച്ചെന്ന ആളെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അങ്ങനെയൊക്കെ തുടങ്ങി വലിയ ചിലവാക്കലും ഒന്നും ഇല്ലാതെ ചെയ്തു വന്ന പരിപാടിയിൽ നമ്മളിങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞും എടുത്തുമൊക്കെ ആട്ടോ ഇതുവരെ എത്തിയത്. അപ്പോൾ ആ ചിലവാക്കിയ പൈസയെക്കാട്ടിലും നമുക്ക് കൈ കിട്ടി. അപ്പോൾ ഇതൊരു നല്ല പരിപാടിയാണെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ? വെറുതെ ഇരുന്ന് സമയം കളയാതെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്താൽ നമുക്ക് വീട്ടിൽ ഇരുന്നും ഒരു വരുമാനം കണ്ടെത്താം എന്ന് അങ്ങനെയാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ കുബൂസും ചിക്കൻ കറിയാണ് ഇവിടെ റെഡിയായേക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നോണം. അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് നിർത്തുക. ബൈ.